ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് ഓണക്കോടി എല്ലാം എടുക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് ഓണക്കോടി എടുക്കാൻ പോയാലോ? അപ്പോൾ ചേച്ചിക്കും അമ്മയ്ക്കും അമ്മമാർക്കും ജീമയ്ക്കും ഒക്കെ ഉള്ളത് ഞാൻ എടുത്തായിരുന്നു നമ്മുടെ വസ്ത്രയിൽ നിന്ന് തന്നെ. അപ്പോൾ അച്ഛന്മാർക്കൊക്കെ ഉള്ളത് ജെൻസിൻ്റെ നമ്മുടെ കളക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വാങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ നോക്കിയാലോ എന്താണെന്ന്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഓണം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അതിനു മുന്നേ എനിക്ക് കൈരളി ജുവലേഴ്സിലൊന്ന് പോവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ കൈരളി ജുവലേഴ്സിൽ ഇപ്പം സ്ഥിരം ഒരു സന്ദർശകയാണ്. ശരിക്കും പറഞ്ഞാൽ കൈരളി ജുവലേഴ്സിൽ ഞാൻ പെട്ടെന്നൊരു സാഹചര്യത്തിലാണ് കയറുകയുണ്ടായത്. ഇത് ഈസ്റ്റ് ഫോർട്ട് നമ്മുടെ ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഓപ്പോസിറ്റുള്ള കൈരളി ജുവലേഴ്സ് ആട്ടോ. എനിക്ക് പെട്ടെന്നൊരു സിൽവർ റിങ് വാങ്ങിക്കാൻ കൊതിയായിട്ട് ഒരു ദിവസം ഇങ്ങനെ ഈ സ്ട്രീറ്റ് വഴി അലങ്ങി തിരിഞ്ഞ് നടന്നപ്പോഴാണ് നമ്മുടെ കൈരളി ജുവലേഴ്സിൻ്റെ ഈ ഒരു പോസ്റ്റർ ഞാൻ കാണുന്നത്. കേരളാസ് ബിഗ്ഗസ്റ്റ് സിൽവർ ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇവിടെ കയറുന്നത്. പക്ഷെ കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയേറെ കളക്ഷൻസ് ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കാരണം ജസ്റ്റ് കയറുമ്പോൾ സിൽവറിൻ്റെ കുറച്ച് എന്തെങ്കിലും ഇപ്പം നമ്മൾ കണ്ടില്ലേ, സാധാരണ കൊലുസ്, അരഞ്ഞാണം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളേ ഉണ്ടാവുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച് വന്ന സാധനം കിട്ടില്ല എന്ന് കരുതിയാണ് ഞാൻ കയറിയത്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു സിൽവറിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞു. മുകളിൽ കയറിയതും ഒരു വിശാലമായ ഷോറൂം കേട്ടോ, സിൽവറിൻ്റെ മാത്രം കളക്ഷൻസ് ഉള്ള ഒരു വിശാലമായ ഷോറൂം. അപ്പോൾ എനിക്ക് മനസ്സിലായി താഴെ എഴുതി വെച്ചിരുന്നത് വെറുതെ അല്ല, ഇവിടെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ അത്യാവശ്യമുള്ള കേട്ടോ, നല്ല രീതിയിൽ സിൽവറിൻ്റെ A to Z കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വാങ്ങാൻ വന്നത് ഒരു ആമമോതിരമാണ്, ടോർട്ടോയിസ് റിംഗ് പ്ലസ് ഒരു ഈവിൾ ഐയുടെ ഒരു റിങ്ങോ പെൻഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും കൂടിയാണ് ഞാൻ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഈവിൾ ഐ വാങ്ങാനാണ് വന്നത്, ടോർട്ടോയിസ് റിങ് വാങ്ങാനായിട്ടല്ല വന്നത്. പക്ഷേ എനിക്ക് അതിനെക്കാട്ടും ഇഷ്ടമായത് ആമമോതിരം ആയതുകൊണ്ട് ഞാൻ അന്ന് ആമമോതിരം വാങ്ങിയിട്ട് പോയി. പക്ഷേ എനിക്ക് ഈവിൾ ഐയുടെ എന്തെങ്കിലും ഒരു സാധനം കൂടി വേണം. അപ്പോൾ ഇവിടെ പെൻഡൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു സാധനം, എൻ്റെ മനസ്സിലൊരു ഐഡിയ ഞാനിങ്ങനെ അവരോട് പറഞ്ഞു അതിനെന്താ മാം ചെയ്തു തരാമെന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ എന്ത് ഐഡിയ മനസ്സിലുണ്ടെങ്കിലും അവർക്ക് കൊടുത്താൽ ചെയ്തു തരും കേട്ടോ. മാത്രമല്ല ഇവിടുത്തെ കളക്ഷൻസ് നോക്കിയാൽ വെള്ളിക്കരണ്ടി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പം ഞാൻ നേരിട്ട് കണ്ടു. വെള്ളിക്കരണ്ടി, വെള്ളിപ്പാത്രങ്ങൾ, വെള്ളിയിലുള്ള വിളക്കുകൾ, കുടം, കപ്പ്, ഗ്ലാസ്, പിന്നെന്താണ് കമ്മൽ, മാല, നെക്ലേസ്, ജിമിക്കി. എനിക്കറിയില്ല കേട്ടോ, ഇത്രയേറെ സിൽവർ കളക്ഷൻസ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സാധാരണ കൊലുസ്, അരഞ്ഞാണം ഈ വക സാധനങ്ങളൊക്കെ കാണുമെന്നല്ല. കൊലുസ് മീൻസ് പാദസരം കേട്ടോ, പാദസരം, അരഞ്ഞാണം ഈ വക സാധനങ്ങൾ കാണുമെന്നല്ലാണ്ട് ഇങ്ങനെയുള്ള ആൻറ്റിക് മോഡലിലുള്ള നെക്ലസ്, പിന്നെ മിഞ്ചി, മിഞ്ചി കൂടെ വാങ്ങാനാട്ടോ ഞാൻ അന്ന് വന്നത്. മിഞ്ചികൾ ഭയങ്കര വെറൈറ്റി കളക്ഷൻസിൽ നമുക്ക് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള നമ്മൾ ഗോൾഡ് പോലെ തന്നെ സിൽവറിലും ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇത് എവിടെയാണ് ഏതാണെന്നൊക്കെ ചോദിച്ച് എനിക്ക് പേഴ്സണലി മെസ്സേജസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പോയത് ഈസ്റ്റ് ഫോർട്ട് ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് നേരെ ഓപ്പോസിറ്റുള്ള കൈരളി ജുവലേഴ്സ് ആട്ടോ. അവർക്ക് തന്നെ വർക്കല, കല്ലമ്പലം, പേരൂർക്കട, വെമ്പായത്ത് കന്യാകുളങ്ങര കേട്ടോ, ലുലു മോൾ, ട്രിവാൻഡ്രം ലുലു മോളിലും ഒക്കെ ഉണ്ട് കേട്ടോ അവർക്ക് അവരുടെ ഷോപ്പ്. അപ്പോൾ ഞാനിവിടെ വന്നത് ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കൈരളി ജുവലേഴ്സാണ്. പക്ഷെ സത്യമായിട്ട് പറയാമല്ലോ, ഞാൻ കണ്ണ് തള്ളിപ്പോയിട്ട് അവരുടെ സിൽവർ കളക്ഷൻ. സിൽവർ മാത്രമല്ല, ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആയാലും അവരുടെ ഗോൾഡിൻ്റെ കളക്ഷൻസ് ആയാലും നിറയെ ഉണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് സിൽവർ അന്വേഷിച്ച് വന്നതുകൊണ്ട് നേരെ സിൽവറിൻ്റെ കളക്ഷൻസിലേക്കാണ് പോയത്. അത് കഴിഞ്ഞ് ഗോൾഡിൻ്റെ കളക്ഷനിൽ വന്നപ്പോഴും ഞാൻ കണ്ട് ഞെട്ടിപ്പോയിട്ടോ. ഇപ്പോൾ അതേ ചിങ്ങമായിട്ടുണ്ട്, ഒരുപാട് ഓഫേഴ്സ്, ഓണം ഓഫേഴ്സൊക്കെ വരുന്നുണ്ട്. പൊന്നോണം ഫെസ്റ്റ് 2025 എന്ന് പറഞ്ഞിട്ട് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 7 വരെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ഞാൻ ഈ സിൽവർ വാങ്ങിച്ചപ്പോഴൊക്കെ ഒരുപാട് എൻക്വയറീസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 7 വരെയാണ് അവർക്ക് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്, പൊന്നോണം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. അതായത് ചിങ്ങത്തിന് ഇനിയിപ്പോൾ കല്യാണ സീസണും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനോടൊപ്പം അവരോട് കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് അവരുടെ ഓഫേഴ്സും കാര്യങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ മാരേജ് പർച്ചേസ് ചെയ്യുകയാണ്, കല്യാണ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർ 2.5% മുതൽ ഒരു മേക്കിംഗ് ചാർജ്, നമ്മുടെ പണിക്കൂലി വരുന്നത് 2.5% മുതലായിരിക്കും സ്റ്റാർട്ടിങ് വരുന്നത്. അതുപോലെ തന്നെ ഗോൾഡ് ഓർണമെൻറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനും
70% മേക്കിംഗ് ചാർജ് കുറച്ച് ഇട്ട് തരും കേട്ടോ. അതുപോലെ സിൽവർ ഐറ്റംസിനും മേക്കിംഗ് ചാർജ് ഉണ്ട്, അതും 25% അവർ കുറച്ചിട്ട് തരുന്നുണ്ട് മേക്കിംഗ് ചാർജ്. പിന്നെ ഡയമണ്ടിനായാലും 25% ഓഫ് ഉണ്ട് മേക്കിംഗ് ചാർജിന്. അപ്പോൾ ഇങ്ങനെ കുറേയേറെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നു കേട്ടോ. ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ ഡിഫറെൻറ്റ് കളക്ഷൻസാണ് വരുന്നത്. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും കൺഫ്യൂഷൻ ആട്ടോ, അയ്യോ ഇത് വേണോ അതെടുക്കണോ, ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ട് പോകും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതിനെക്കാട്ടി ഭംഗിയുള്ളത് കാണുമ്പോൾ മറ്റേതിനെ മാറ്റിയിട്ട് വീണ്ടും ഇതിനെ എടുക്കും കേട്ടോ. അങ്ങനെ ഫുൾ കൺഫ്യൂഷനാവും. അത്രയേറെ ലൈറ്റ് വെയ്റ്റിൻ്റെ ആയാലും സിൽവറിൻ്റെ ആയാലും ഒക്കെ ഡയമണ്ട്സിൻ്റെ ഒക്കെ ആണെങ്കിൽ കിട്ടില്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ കൈരളി ജുവലേഴ്സിൻ്റെ ഏത് ഷോറൂമിൽ നിന്നും നിങ്ങൾ വെഡ്ഡിങ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക്, നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഡയമണ്ട് നെക്ലസ് അവർ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ കൈരളി ജുവലേഴ്സിൻ്റെ ഏത് ഷോറൂമിൽ നിന്ന് നിങ്ങൾ വെഡ്ഡിങ് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു ഓഫർ കിട്ടുന്നതായിരിക്കും. വർക്കല, കല്ലമ്പലം, പേരൂർക്കട, വെമ്പായം, കന്യാകുളങ്ങര, ലുലു മോൾ ട്രിവാൻഡ്രം, എവിടെ നിന്ന് നിങ്ങൾ വെഡ്ഡിങ് ഷോപ്പിംഗ് ചെയ്താലും നിങ്ങളാണ് ആ ഭാഗ്യശാലി എങ്കിൽ നിങ്ങൾക്ക് ഒരു ഡയമണ്ട് നെക്ലസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഡയമണ്ട് റിങ് വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ ഷോപ്പിങ്ങിനോടെ അവർ ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്. ഈ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 7 വരെയുള്ള പൊന്നോണം ഫെസ്റ്റ് 2025 ഈ ഒരു ഓഫേഴ്സ് എല്ലാം വരുന്നത് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. ഗോൾഡോ സിൽവറോ ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ നേരെ കൈരളി ജുവലേഴ്സിലേക്ക് വിട്ടോളാം. അവിടെ കളക്ഷൻസും ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത്രയേറെ ഓഫേഴ്സും ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ചിങ്ങോന്ന് പറഞ്ഞാൽ കല്യാണ സീസണിൻ്റെ മേളമാണ്. കല്യാണമായാൽ ഒരു തരി പൊന്നെങ്കിലും വാങ്ങാത്തവരായിട്ട് നമ്മളെ മലയാളികൾ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് അങ്ങനെ വാങ്ങുന്നവർ, അതിപ്പോൾ ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും ആരായാലും വെഡിങ് എന്ന് കേട്ടാൽ ഗോൾഡ് മസ്റ്റാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ നേരെ കൈരളി ജുവലേഴ്സിലേക്ക് വിട്ടോളാം കേട്ടോ. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് അവരുടെ സിൽവർ കളക്ഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സത്യം കേട്ടോ, നെക്ലസ്, ഇയർ റിങ്, ജിമിക്കി, കൊലുസ്, ആൻറ്റിക് മോഡൽസിലുള്ള പാദസരം, മോതിരം, ഈ കമ്മലുണ്ടല്ലോ, സെക്കൻഡ് സ്റ്റഡ്സ്, തേർഡ് സ്റ്റഡ്സ് ഒക്കെ കുത്തുന്നവർക്കൊക്കെ ഇവിടെ അടിപൊളി സിൽവറിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ എടുത്ത് പറയാൻ കാരണം ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇവിടെ ഒരു 4ാമത് 5ാമതൊരു സാധനം കുത്തിയല്ലോ. അത് മറ്റേ ബുഗാട്ടി പോലെ ഇടുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ജുവലേഴ്സിൽ കയറുമ്പോൾ ഗോൾഡിൽ ആ സാധനം വരത്തില്ല, കൂടുതലും ഡയമണ്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ ഡയമണ്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ചിലരൊക്കെ അവിടെ കുത്താതെ വിട്ടേക്കാൻ, ചിലർ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിടും. പക്ഷേ ഇവിടെ ഈ ബുഗാട്ടിയുടെ ഒരുപാട് കളക്ഷൻസ് സിൽവറിലുണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ സിൽവർ വാങ്ങി ഇടത്തുള്ളായിരുന്നു. നല്ല കിടിലം സാധനങ്ങളുണ്ട്. പിന്നെ അതേ ഈ സിൽവർ വിളക്കുകളൊക്കെ നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇതൊക്കെ അതേ കാറിൽ വെക്കുന്ന സാധനം കേട്ടോ. സിൽവർ ഇങ്ങനെ കാറിൽ ഇങ്ങനെ നമ്മൾ വയ്ക്കത്തില്ലേ ഫ്രണ്ടിൽ, അപ്പോൾ അവിടെയൊക്കെ വെക്കുന്ന ആ ഒരു സിൽവർ, പ്യോർ സിൽവർ സാധനങ്ങളാട്ടോ ഈ ഇരിക്കുന്നതെല്ലാം. പിന്നെ അതുപോലെ നോസ് പിന്ന്, നല്ല സിൽവർ കളക്ഷൻ. ഇപ്പം നമുക്ക് മൂക്ക് കുത്തിയിട്ടിടുന്നതും അല്ലാതെ പ്രസ് ചെയ്ത് വയ്ക്കുന്ന ടൈപ്പിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതേ ആ ജിമിക്ക് കമ്മൽ നോക്കി എൻ്റെ കാതി കിടക്കുന്ന കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണ്. അവിടെ നിന്ന് ചേച്ചിയാണ് സ്റ്റാഫിനോട് പറയാം കേട്ടോ, കുഞ്ഞ് കമ്മലിടുന്നതിലും ഈ വലിയ കമ്മലിട്ടപ്പോഴേക്കും നല്ല ഭംഗിയുണ്ടെന്ന്. സത്യമാണോ? എനിക്കും അതിട്ടപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. അതിന് സിൽവർ ആ ഒരു ആൻറ്റിക് മോഡലൊക്കെ വന്നത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, എന്തോ ഒരു പ്രത്യേക ഭംഗി കേട്ടോ ആ കമ്മലിട്ടപ്പോൾ. അതിൻ്റെ വില വന്നിട്ട് 7,000 സംതിങ് പറഞ്ഞു കേട്ടോ. ആ വിലയും എനിക്ക് ഭയങ്കര അഫോർഡബിളായിട്ട് തോന്നി. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ കാര്യമാണ്, നമ്മൾ ഗോൾഡൊക്കെ വാങ്ങി ഒരുപാട് കാശ് കളയുന്നതിലും നല്ലത് ഇതുപോലെ സിൽവറിൻ്റെ നല്ല കിടിലം സാധനം വാങ്ങിയാൽ ഇത് നമ്മൾ തിരിച്ചു കൊടുത്താലും പൈസ കേട്ടോ. ഈ സിൽവർ എല്ലാം ഇപ്പം നമ്മൾ ഏത് വിലക്കാണോ വാങ്ങുന്നത് അത് തിരിച്ചു കൊടുത്താലും നമുക്ക് കാശ് കിട്ടും. ഇപ്പം നമ്മൾ ഈ ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല കാശാവുന്നുണ്ട് കേട്ടോ. ആ സാധനം ഒരു യൂസ് കഴിയുമ്പോൾ അത് കറുത്ത് കരിക്കട്ടെ ആയി, അല്ലെങ്കിൽ അതിൻ്റെ പെയിൻറ്റ് പോയി അതിൻ്റെ കല്ല് പോയി എടുത്ത് നമ്മൾ ദൂരെ കളയും. നല്ല കാശ് കൊടുത്തായിരിക്കും വാങ്ങുന്നത്. പക്ഷേ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കാശിന് വേർത്താണ്. അതുപോലെ തന്നെ അത് തിരിച്ചു കൊടുത്താലും നമുക്ക് കാശാണ്. അത് നശിച്ചു പോകുമെന്നോ അല്ലെങ്കിൽ അത് ചീത്തയായിപ്പോൾ എടുത്ത് കളയേണ്ടി വരുമെന്നോ ഒരു ടെൻഷനും വേണ്ടത്. മേ ബി ചിലർക്ക് അറിയത്തില്ലായിരിക്കും സിൽവറിലൊക്കെ ഇത്രയും കളക്ഷൻസ് ഇതുപോലെ ആൻറ്റിക് മോഡൽസിലുള്ള സാധനങ്ങൾ കിട്ടും എന്നുള്ളത്. ചിലപ്പോൾ അറിയാത്തവരുണ്ടാകാം. സത്യമായിട്ട് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഇതുപോലെ നെക്ലേസും ഈ ആൻറ്റിക് മോഡൽ ഇയർ റിങ്, ഇയർ സ്റ്റഡ്സ്, ഈ ജിമിക്കി, ഈ മാലകൾ, ഇങ്ങനെയൊന്നും ഇത്രയും വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാവുമെന്ന് ഇവിടെ കയറി ഈ ഒരു ഞാൻ ശരിക്കും പറഞ്ഞാൽ മിഞ്ചി മോതിരവും വാങ്ങാൻ വന്നപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ. ഇതൊരു കൃഷ്ണൻ്റെ ഒരു സ്റ്റാച്ചു പോലെ വരുന്ന ഒരു മാലയാണ്. അപ്പോൾ ഞാൻ
ഞാൻ ചോദിച്ചു, ചേട്ടാ നമ്മളിനി എന്ത് മോഡൽ തന്നാലും നിങ്ങൾ ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ എന്ത് മോഡൽ തന്നാലും നമ്മൾ ചെയ്തു തരും എന്നാണ് അവർ മറുപടിയും പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും മനസ്സിന് ഇഷ്ടമായ സാധനങ്ങളുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക, അവരോട് പറയുക ഇതിലൊന്ന് ചെയ്തു തരാൻ പറഞ്ഞാൽ അവർ ചെയ്യും കേട്ടോ. അത് ഇതൊക്കെ നോക്കി നമ്മളിപ്പോൾ ഒരു വെഡ്ഡിങ് റിസപ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ കല്യാണം എന്ന് കരുതുക, നമ്മുടെ കല്യാണത്തിന് വെഡ്ഡിങ് റിസപ്ഷന് ഒരു അടിപൊളി ഒരു എലഗൻ ലുക്കൊക്കെ ഫീൽ ചെയ്യുന്ന അടിപൊളി, അതും സിൽവറിലെ തന്നെ സാധനം കേട്ടോ. ഇപ്പോൾ ഈ ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനെക്കാട്ടി മച്ച് മോർ ബെറ്ററാണ് ഒരു സിൽവറിലെ സാധനം വാങ്ങിയിട്ടാൽ. ഇപ്പം നമുക്ക് വേണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് തിരിച്ചു കൊടുത്താൽ കാശും കിട്ടും. എനിക്കത് കണ്ടിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇപ്പോഴേ ഇങ്ങനെ ചിന്തിക്കുകയാണ്, വേദയുടെ കല്യാണത്തിന് ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ സിൽവറിലുള്ള, അപ്പോൾ കുറേ കൂടി വെറൈറ്റീസ് വരും. സിൽവറിലുള്ള സാധനങ്ങൾ വാങ്ങി റിസപ്ഷനും കാര്യങ്ങൾക്കൊക്കെ ഇടണം. ഇപ്പോഴേ എൻ്റെ ചിന്തകളൊക്കെ വളരെ വലുതാട്ടോ. ഫ്യൂച്ചർ വേദയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ള, വേദ ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിക്ക് ഉറപ്പായിട്ടും നമ്മൾ എത്ര കൊടുക്കണ്ടെന്ന് കരുതിയാലും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടാവുമല്ലോ. അപ്പോൾ കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവർക്ക് ഉപയോഗമുള്ള സാധനങ്ങളാവുമ്പോൾ പിന്നീടായാലും കൊടുത്താൽ കാശ് കിട്ടുമ്പോൾ അതൊരു ഇത് തന്നെയാണല്ലോ. ഇപ്പോൾ ആൻറ്റിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതേ സാധാ ചിലർക്ക് ഈ സാധാ കൊലുസൊക്കെ, നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രം അത് കൊലുസെന്ന് പറയും, പാദസരങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അതിൻ്റെ വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട്. ഞാൻ വളരെ കുറച്ച് മാത്രമേ ആക്ച്വലി ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. കാരണം എനിക്ക് ഒരുപാട് എൻക്വയറീസ് ആട്ടോ ഈ റിങ്ങിനെ പറ്റി വന്നത്. ഇങ്ങനൊരു റിങ് ഉള്ള കാര്യം പോലും സത്യമായിട്ടും ഞാനിവിടെ വന്നിട്ടാണ് അറിയുന്നത്. അതുപോലെ അറിയുന്ന പലരുമാണ് എനിക്ക് മെസ്സേജസ് ഇട്ടത്, ഇത് എവിടെ നിന്നാണ് വാങ്ങിയത്, എങ്ങനെയാണ്, ഇത് എത്ര രൂപയായി എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതെല്ലാം പീസ് റേറ്റിനാണ് അവർ തന്നത്. എനിക്ക് മോതിരത്തിൻ്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. അവർ പീസിനാണ് റേറ്റ് ഇടുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഓരോ സാധനം ചോദിക്കുമ്പോൾ ഉള്ളത് എടുത്ത് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ആ സംഭവം ഇവിടെ ഇല്ല എങ്കിൽ അവരോട് പറഞ്ഞാൽ അതുപോലെ അവർ ചെയ്തു തരും. അപ്പോൾ ഞാനിവിടെ ചോദിച്ച എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ ആവശ്യപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ഒരു കരിമണിയിൽ വള വന്നിട്ട് ഈ വിളയുടെ ഒരു ഇത് വരുന്നതാണ് ഞാൻ പറഞ്ഞത്. അതും ആക്ച്വലി ഇവിടെ ഉണ്ട്, പക്ഷേ അതിൻ്റെ സ്മോൾ സൈസാണ് അവരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ സൈസ് ചെയ്യിക്കാനാണ് ഞാൻ ഇവരോട് പറഞ്ഞതും ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിനാണ്, ഒരു മെഷർമെൻറ്റിൻ്റെ കാര്യത്തിനാണ് ഞാൻ ഇന്ന് ആക്ച്വലി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് കൈരളി ജുവലേഴ്സിൽ ഈ സിൽവറിൻ്റെ സെക്ഷനിൽ വരുന്നത്. അപ്പോൾ വരുമ്പോഴൊക്കെ ഞാൻ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മുടെ കാലിൽ സ്വർണ്ണക്കൊലുസ് കിടക്കുന്നത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ വെള്ളിക്കൊലുസിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് ഇടണം എന്നൊരാഗ്രഹം തോന്നിയാണ് ഈ വക സാധനങ്ങളെല്ലാം ഞാനിന്ന് ഇട്ട് നോക്കിയത്. ഇതിപ്പോൾ ഇടുന്നതിന് നമ്മൾ കാശ് കൊടുക്കണ്ടല്ലോ, അതുകൊണ്ടാണ് എല്ലാ സാധനങ്ങളും ഞാൻ ഇട്ട് നോക്കി, എല്ലാ സാധനങ്ങളും കണ്ടുവച്ചു. അപ്പോൾ നമുക്കിനി എപ്പോഴെങ്കിലും എടുക്കണമെന്ന് തോന്നിയാൽ ഓടി വന്ന് എടുക്കാമല്ലോ. എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ആൻറ്റിക്കിലെ സിമ്പിളായിട്ടുള്ള കൊലുസ്, എനിക്ക് സിമ്പിളായിട്ടുള്ള സാധനങ്ങളൊക്കെ ആട്ടോ ഇഷ്ടം. പക്ഷേ ഓൾറെഡി നമ്മുടെ കാലിൽ കൊലുസ് കിടക്കുന്നത് കൊണ്ട് ഞാൻ എടുത്തില്ല. എനിക്ക് വെള്ളി കൊലുസിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ കണ്ടപ്പോൾ ഭയങ്കര ഭംഗിയും എനിക്കെന്തോ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്ത് കേട്ടോ അതിനോട്. ഞാൻ പക്ഷെ വാങ്ങിയില്ല. ഇപ്പോൾ തന്നെ ഞാൻ മോതിരം വാങ്ങി. മോതിരവും ഞാൻ ഈ വിളയ്ക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോതിരം വാങ്ങിയത് തന്നെ എൻ്റെ കയ്യിലിരുന്ന സിൽവർ കൊടുത്തിട്ടാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ സിൽവർ കൊടുത്താൽ നമുക്കത് പൈസ കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ബുഗാട്ടി നമ്മുടെ കാതിൻ്റെ മുകളിൽ ഇടുന്നില്ല ആ സാധനം. ഇത് നോർമലി ഗോൾഡിൻ്റെ ആണെങ്കിൽ ഡയമണ്ട് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ സിൽവറിൻ്റെ ഉണ്ടെന്ന് ഞാൻ ഈ സെക്കൻഡിലാണ് അറിയുന്നത് കേട്ടോ. ഇപ്പം ഞാൻ അത് ഓൾറെഡി കുത്തിയിരിക്കുന്നത് ശരിക്കും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അഴിച്ചിട്ട് എനിക്ക് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വച്ച് നോക്കിയിട്ടേ ഉള്ളൂ. ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട്. അതിൽ വളരെ കുറച്ച് കളക്ഷൻസ് മാത്രമാണ് ഞാൻ ഇതിലൊക്കെ എടുത്ത് വെച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് അത്യാവശ്യം എനിക്ക് സമയമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് വിസ്തരിച്ച് ഓരോന്നായിട്ട് ഇട്ട് നോക്കി കാണുന്നത് കേട്ടോ. അതുപോലെ അവരുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോഴും എനിക്ക് ഭയങ്കര ഒരു താല്പര്യം തോന്നി ഇതൊക്കെ വാങ്ങണം എന്നുള്ളത്. ഇപ്പോൾ തന്നെ ഓൾറെഡി ഞാൻ 1-2 സാധനങ്ങൾ വാങ്ങി ഇപ്പോൾ ഒന്നിന് ഓർഡറും കൊടുത്തിട്ടുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ ഇതൊന്നും വാങ്ങിയില്ല. പക്ഷേ ഇതെല്ലാം നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നി. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലെങ്കിലോ, ഇതൊക്കെ നോസ് പിൻസ് ആയിട്ടും സെക്കൻഡ് സ്റ്റഡ്സ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാട്ടോ. സിൽവറിൻ്റെ ആണ് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇത് സിൽവറിൽ ഗോൾഡ് കോട്ടിങ് വരുന്നതാട്ടോ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ ഇങ്ങനെ നോസിലോ ഇയറിലോ ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇയർ നോസ് ഒന്നും കുത്തിയിട്ടില്ലാത്തവർക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പുണ്ട്. പിന്നെ ഞാൻ വേറൊരു സാധനം കണ്ടെന്ന് വെച്ചാൽ ഒരു റിങ് കേട്ടോ. അത് നമുക്ക് റിങ്ങായിട്ട് വിടാം. ഇത് വേണമെങ്കിൽ ബാങ്കിളായിട്ട് വിടാം കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് ഇങ്ങനെ ആക്കിയിട്ട് എനിക്ക് പേടി കേട്ടോ അത് പൊട്ടി പോകുമോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ചേട്ടൻ തന്നെ അതൊന്ന് ചെറുതാക്കി തന്നു തുടങ്ങി. അപ്പോൾ അവർ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ചെറുതാക്കി തന്നു. എനിക്ക് പേടി അത് ഞാൻ ഇനി പിടിക്കുമ്പോൾ ഒടിഞ്ഞു പോയാലോ എന്നുള്ളൊരു പേടി. പക്ഷെ അത് വേണമെങ്കിൽ നമുക്ക് റിങ്ങായിട്ട് വിടാം, അല്ലെങ്കിൽ വളമായിട്ടിടണമെങ്കിൽ അങ്ങനെ വളമായിട്ട് വിടാം കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പം ഞാൻ തൽക്കാലം ഇതൊന്നും വാങ്ങുന്നില്ല.
പക്ഷേ ഞാൻ വരും. നമ്മുടെ ഓഫേഴ്സ് കഴിയുന്നതിന് മുന്നേ തന്നെ വന്ന് കുറച്ച് ഒരുപാടൊന്നുമില്ല കേട്ടോ. 1-2 സാധനങ്ങൾ ഞാൻ സിൽവറിലും നോക്കി വെച്ചിട്ടുണ്ട്, ഗോൾഡിലും നോക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ചിട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അഡ്വാൻസ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ കളക്ഷൻസ് നോക്കുക. ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞ ഈ അതർ ഷോറൂംസ്, അതായത് വർക്കല, പിന്നെ വെമ്പായം, നമ്മുടെ ലുലു മോള്, പേരൂർക്കട, ഈസ്റ്റ് ഫോർട്ട്, നമ്മുടെ ഈ ഒരു ഷോറൂം ഈസ്റ്റ് ഫോർട്ട്, വർക്കല, കല്ലമ്പലം, ഇതൊക്കെ ഞാൻ പറഞ്ഞു തോന്നുന്നു. ഇവിടെ എല്ലാം വന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അവിടുത്തെ കളക്ഷൻസ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് ജസ്റ്റ് വന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷോപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഒരു ഓഫേഴ്സ് നടക്കുമ്പോൾ ഓടി വന്ന് ഷോപ്പ് ചെയ്താൽ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പർച്ചേസിനോടും ഒരു ഗിഫ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഗിഫ്റ്റ് കിട്ടും. ചിലപ്പോൾ ഒരു ഡയമണ്ട് റിങ്ങാണ് നമുക്ക് കിട്ടുന്നതെങ്കിലോ. ഞാൻ സിൽവറിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ പറയുന്നത്, ഗോൾഡ് ഷോപ്പ് ചെയ്താലും ഇത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഗോൾഡിലാണെങ്കിൽ ഇഷ്ടം പോലെ ലൈറ്റ് വെയ്റ്റ് ഗോൾഡിലൊക്കെ എന്തോരം കളക്ഷൻസ് ആണെന്നറിയോ. ഈ റിങ് നവരത്നം റിങ് ആട്ടോ. ഞാൻ സിൽവറിൽ നവരത്ന റിങ് ഉള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓൾറെഡി എൻ്റെ കയ്യിൽ ഗോൾഡിൻ്റെ ഉണ്ട്. പക്ഷേ സത്യം കേട്ടോ, ഈ സിൽവറിൽ നമ്മൾ ഗോൾഡിൽ എന്തൊക്കെയാണോ യൂസ് ചെയ്യുന്നത്, ആ സെയിം സാധനങ്ങൾ സിൽവറിലും ഉണ്ട്. ആ അറിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇല്ല എങ്കിൽ ഇപ്പം ആ അറിവ് പിടിച്ചോളൂ. നമുക്ക് എന്തൊക്കെ ഗോൾഡിൽ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം സിൽവറിലും ഉണ്ടാക്കാം. അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്നെ പോലെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടിലും ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തൊക്കെ വയ്ക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സിൽവർ പെൻ, സിൽവർ വാച്ച്, ഇതൊക്കെ സത്യമായിട്ടും ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. സിൽവറിലെ വാച്ചൊക്കെ നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റൊക്കെ ചെയ്യണമെങ്കിൽ ഒരു കാര്യം അറിയോ, നമ്മൾ ഒരാൾക്ക് സിൽവർ സാധനം ഗിഫ്റ്റ് ചെയ്താൽ ഏറ്റവും ഭയങ്കര ഐശ്വര്യം അവർക്കുണ്ടാവും എന്നാണ് പറയുന്നത്. ഒരാൾക്ക് സിൽവർ ഗിഫ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സിൽവർ വാച്ച് ഉണ്ട്. പിന്നെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ചെയ്യണം, പഠിക്കുന്ന മീൻസ് കുറച്ചൊന്ന് വലിയ രീതിയിലുള്ള പഠിത്തം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സിൽവർ പെൻ നമുക്ക് ഗിഫ്റ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ അതുമുണ്ട്. സിൽവർ പെന്ന്, സിൽവർ വാച്ച്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഗോൾഡിൽ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ അതെല്ലാം സിൽവറിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ കൈരളി ജുവലേഴ്സിലെ സിൽവർ കളക്ഷൻസ് എന്തുമാത്രമുണ്ട്, എന്തോരമുണ്ട്, എന്തൊക്കെ ഓഫേഴ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ സിൽവറിലെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾഡിലെ കളക്ഷൻസും കാണിച്ചു തരാം കേട്ടോ. ഗോൾഡിൽ അവർക്ക് ചിട്ടിയുണ്ട്, അതുപോലെ അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗോൾഡിലെ കുറച്ച് അവരുടെ കളക്ഷൻസ്, വളരെ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇത് മാത്രമല്ല അവർക്കുള്ളത് ഒരുപാടുണ്ട് കേട്ടോ. ഞാനത് കാണിക്കാൻ നിന്ന ഇന്നത്തെ വീഡിയോ ഫുൾ കൈരളി ജുവലേഴ്സിൻ്റെ കളക്ഷൻസ് മാത്രമായിരിക്കും. ഇന്നത്തെ ദിവസം ഫുൾ നിങ്ങൾ ആ വീഡിയോ ഇരുന്ന് കാണേണ്ടിയും വരും. അതുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് തൽക്കാലം കൊള്ളിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള നിയറസ്റ്റ് കൈരളി ജുവലേഴ്സിൽ പോയാൽ മതി. അപ്പം നിങ്ങൾക്ക് അവർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അവിടെ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എത്രത്തോളം പറഞ്ഞു എന്നുള്ളത്. എൻ്റെ കയ്യിൽ കിടക്കുന്ന ആമമോതിരവും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മിഞ്ചിയുടെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മിഞ്ചിയൊക്കെ ഞാനിപ്പോൾ ഇവിടെ നിന്നാണ്, കൈരളി ജുവലേഴ്സിൽ നിന്നാണ് വാങ്ങിയത്. എന്തായാലും നമുക്ക് ഗോൾഡിൻ്റെ കളക്ഷൻസ് കാണാം കേട്ടോ. എന്തൊക്കെയാണ്, ഒരുപാടല്ല, വളരെ കുറച്ച് ഞാനിപ്പോൾ തൽക്കാലം കാണിച്ചു തരാം. എനിക്ക് അത്രേ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ ഈ വീഡിയോയിൽ, അതുകൊണ്ടാണ് കേട്ടോ. അടിപൊളി ഡയമണ്ടിൻ്റെ ആയാലും ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആയാലും നിറയെ ഉണ്ട് കേട്ടോ, നിറയെ. സത്യം, നമ്മളിപ്പോൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോഴേ നമ്മൾ എന്തെങ്കിലും അഡ്വാൻസ് ബുക്ക് ചെയ്തിടുകയോ അല്ലെങ്കിൽ ചിട്ടിക്കൊക്കെ വളരെ ചെറിയ എമൗണ്ടിൽ ചിട്ടിക്കൊക്കെ ചേരുകയാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും, വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് സത്യമായിട്ടും കേട്ടോ എനിക്കങ്ങ് കൊതിയായിട്ട് വയ്യ. നമ്മളിപ്പോൾ ഇട്ട് നോക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാശൊന്നും കൊടുക്കണ്ടല്ലോ. അവിടെ ഇരുന്ന് ഓരോ സാധനങ്ങളും ഞാൻ കണ്ടിട്ട് ഇട്ട് നോക്കി. എനിക്കിഷ്ടപ്പെട്ട ഓരോ സാധനങ്ങളും ഞാൻ ഇട്ട് നോക്കി. കാരണം എനിക്ക് അങ്ങ് കൊതിയായിട്ട് വയ്യ കേട്ടോ. അത് നമ്മുടെ ഈ സ്ത്രീകളുടെ ഒരു മെയിൻ പ്രശ്നമാണ്. പാത്രക്കടയിൽ കയറിയാലും സ്വർണ്ണക്കടയിൽ കയറിയാലും എല്ലാം വേണം എന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ നമ്മുടെ പോക്കറ്റ് തപ്പുമ്പോഴാണ് അയ്യോ വേണ്ട, തിരിച്ചങ്ങ് വച്ചേക്കാമെന്ന് കരുതുന്നത്. പിന്നെ ഈ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും എന്നാൽ പിന്നെ അങ്ങ് വാങ്ങിച്ചേക്കാം, കാശുണ്ടെങ്കിലുള്ള കാര്യം കേട്ടോ പറഞ്ഞത്.
അപ്പോൾ എന്തായാലും എനിക്ക് ഇവിടുത്തെ ഓരോ കളക്ഷൻസും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഈ ആഡിലൊക്കെ കാണുന്ന പോലത്തുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ സ്വർണ്ണം ഇടേണ്ടടുത്ത് നമ്മൾ സ്വർണ്ണം തന്നെ ഇടണം. ചില സാഹചര്യങ്ങളിൽ നമ്മൾ സ്വർണ്ണം ഇടേണ്ടടുത്ത് സ്വർണ്ണം ഇടേണ്ടത് തന്നെ വരും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ സ്വർണ്ണം വാങ്ങിച്ചാലേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ കല്യാണ സീസണും കാര്യമൊക്കെയാണ്. അപ്പോൾ ഒരു തരി സ്വർണ്ണമെങ്കിലും വാങ്ങാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എത്ര പാവപ്പെട്ടവരാണെങ്കിലും എത്ര കാശുകാരാണെങ്കിലും സ്വർണ്ണം ഇല്ലാത്തൊരു കളിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വാങ്ങുമ്പോൾ ഇതുപോലുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ചെന്ന് അന്വേഷിച്ചാലും നമുക്ക് എന്താ പറയുക, ഓഫേഴ്സും കിട്ടും, ക്യാഷ് ഡിസ്കൗണ്ട്സും കിട്ടും, ഒരുപാട് കാര്യങ്ങൾ കിട്ടും കേട്ടോ. ഞാൻ വേദയ്ക്ക് ആക്ച്വലി ഒരു ചിട്ടിക്ക് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളും കിട്ടുന്ന കാശ്, നമ്മളിപ്പോൾ എത്രയോ കാശ് എന്തിനൊക്കെയോ വേണ്ടി കളയുന്നുണ്ട്. അപ്പം നമ്മൾ കിട്ടുന്ന കാശ് ഇതുപോലെ എന്തെങ്കിലും ഒന്നിന് ഒരു 500 രൂപ ആയിക്കോട്ടെ, മാസം തോറും ഒരു 500 രൂപ നമ്മൾ സ്വർണ്ണച്ചിട്ടിക്ക് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ചേർന്നാൽ നമുക്ക് പിന്നീട് ഇത് ഒരു ബൾക്ക് എമൗണ്ട് ആകുമ്പോൾ നമുക്ക് ഒരു പവൻ്റെ സ്വർണ്ണം ആയാലും വാങ്ങാൻ പറ്റും. ഒരു പവൻ ഇപ്പോഴത്തെ എമൗണ്ടിൽ കിട്ടില്ല. ഞാൻ 500 രൂപയുടെ കാര്യമാണ് പറഞ്ഞത്. പോട്ടെ, ഒരു ഗ്രാമിൻ്റെ എങ്കിലും വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന കാശിൽ ഒരു 500 രൂപ നമുക്ക് കിട്ടിയില്ല എന്ന് അങ്ങ് കരുതിയിട്ട് ഇതുപോലെ സ്വർണ്ണ ചിട്ടിക്കൊക്കെ ചേരുക. അപ്പോൾ നമുക്ക് 1 ഗ്രാം സ്വർണ്ണമെങ്കിലും എപ്പോഴും ഇതൊരു എനിക്ക് തോന്നുന്നു 9 മാസത്തെ ചിട്ടിക്കാണ് ഞാൻ ചേർന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ആ ചിട്ടിക്കൊക്കെ ചേർന്നാൽ 9 മാസം കഴിയുമ്പോൾ, ഞാനൊരു എക്സാമ്പിൾ വയ്ക്കാം കേട്ടോ, 9 മാസം കഴിയുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിനുള്ള സ്വർണ്ണം നമുക്ക് വാങ്ങിക്കൂടെ? ഒരു തരിയെങ്കിലും നമുക്ക് സ്വർണ്ണം വാങ്ങാനായില്ലേ. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന കാശ് അത്രയും ഞാൻ സത്യമായിട്ടും അടിച്ച് പിരുത്ത് കളയുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഐഡിയ ചെയ്തത്. എന്തിനെങ്കിലും ഒന്ന് നമ്മളൊന്ന് എൻഗേജ്ഡ് ആയാൽ ആ ഒരു 500 രൂപ അതിലേക്ക് മാറ്റിയിട്ടാൽ അത് അത്രയെങ്കിലും ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചിട്ടിക്ക് ചേർന്നത്. അപ്പോൾ എന്നെപ്പോലെ ബുദ്ധിപരമായി നിങ്ങളും ചിന്തിക്കുക. സത്യം പറയാമല്ലോ, അങ്ങനെ ആ ചിട്ടിക്ക് ചേർന്നത് കൊണ്ട് ആ കാശെങ്കിലും അവിടെ കിടപ്പുണ്ട്, അല്ലെങ്കിൽ അതും അടിച്ച് പിരുത്ത് കളഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഇവിടെയൊക്കെ ചിട്ടിക്കൊക്കെ കൊടുക്കാൻ പറ്റും. ചിട്ടിക്ക് കൊടുക്കുക. ഇപ്പോൾ സ്വർണ്ണത്തിനെല്ലാം വില കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അഡ്വാൻസ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇന്നത്തെ വിലയ്ക്ക് നമുക്ക് അന്ന് എടുക്കാൻ പറ്റും. അത് ഒരുപാട് ദിവസമൊന്നും അഡ്വാൻസ് ബുക്ക് ചെയ്താൽ കിട്ടത്തില്ല കേട്ടോ. ഒരു ലിമിറ്റഡ് പീരീഡ് ഉണ്ട്. അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എന്തുണ്ടെങ്കിലും അവരെ നിയറസ്റ്റ് ഷോറൂമിൽ ചെല്ലുക. അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളത് ക്ലിയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതേ ഞാൻ ഒരുപാട് സാധനങ്ങൾ കണ്ണ് തള്ളി. ഞാൻ ഏതിടണം ഏത് ഇടണ്ട എന്നൊക്കെ ഇങ്ങനെ നോക്കി കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പക്ഷെ 1-2 സാധനങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കയ്യിൽ കുറച്ച് കാശ് ചിക്കിളി വെക്കുമ്പോൾ അത് വന്ന് വാങ്ങണം എന്നാണ് എൻ്റെ ഒരു ഐഡിയ. എന്തായാലും ഞാൻ ഈ ഒരു സെക്ഷനിൽ അങ്ങ് ഇരിപ്പുറച്ചു. എന്നിട്ട് ഞാൻ ചേട്ടാ അതെടുക്ക് ചേട്ടാ ഇതെടുക്ക് ചേട്ടാ എന്നൊക്കെ പറഞ്ഞാൽ ചേട്ടനെ കൊണ്ട് ഓരോന്നായിട്ട് എടുപ്പിക്കുകയാണ്. ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ചിലർക്കൊക്കെ ഈ ലൈറ്റ് വെയ്റ്റ്, ചിലർക്കല്ല, ഒരു 90% ആൾക്കാർക്കും ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഹാല എന്ന് പറഞ്ഞിട്ട്. അവൾ മാലിക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവൾ ഇതുപോലുള്ള ലൈറ്റ് വെയ്റ്റ് സാധനങ്ങൾ ഇട്ടുകൊണ്ടിരുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, ഇത് എവിടെ നിന്നാണ് വാങ്ങുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നേരെ മറിച്ചാണ് എൻ്റെ അമ്മ കേട്ടോ. എത്ര കനമുള്ള സാധനം അമ്മയുടെ കയ്യിലും കഴുത്തിലും കിടക്കാൻ പറ്റുമോ എന്ന് അമ്മ നോക്കിയിട്ടാണ് അമ്മ ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് വാങ്ങിച്ചു തരുന്ന സാധനവും അത്രയും വെയിറ്റ് ഉള്ളതാണ്. അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഈ ലൈറ്റ് വെയ്റ്റ് സാധനങ്ങൾ ഹാല ഇട്ടിട്ട് വരുമ്പോൾ ഭയങ്കര കൊതിയാവും കേട്ടോ. പക്ഷേ ഇപ്പോൾ ആ വക സാധനങ്ങളെല്ലാം ഇവിടെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹാലയെ ഓർമ്മിച്ചു കേട്ടോ. അവൾ എന്തെല്ലാം വെറൈറ്റീസ് ഇട്ടിട്ട് വരുമായിരുന്നു. ആ വെറൈറ്റീസുകളെല്ലാം ഇപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഹാല ഞാൻ പഠിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഒരുപാട് മുന്നേ ഉള്ള കാര്യം കേട്ടോ പറയുന്നത്. അന്ന് അവൾ അത്രയും ഭംഗിയോട് ഇട്ടിട്ട് വരുമ്പോൾ അന്നൊന്നും ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഇത്രയും ഇതായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നോക്കിയാൽ നിറയെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ആ വെറൈറ്റീസ് എല്ലാം ഞാനിവിടെ കണ്ടു. അതുപോലെ തന്നെ ചെട്ടിനാടുണ്ട്, ആകാശുണ്ട്, നോർമൽ നമ്മുടെ വെഡ്ഡിങ് കളക്ഷനുണ്ട്. പിന്നെ ഈ വെഡ്ഡിങ് സെറ്റായിട്ടോ അവർ കൊടുക്കും കേട്ടോ. 5 പവൻ്റെ സെറ്റ്, 10 പവൻ്റെ സെറ്റ്, 15 പവൻ്റെ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലേ. അതെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കൊടുക്കും. ഓരോ സാധനങ്ങൾ ലൈറ്റ് വെയ്റ്റ് കണ്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ചെട്ടിനാടിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻസ് ഇരിപ്പുണ്ട്. അവിടെ നിന്ന് അത് കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ നാഗാസിൻ്റെ കുറേ കളക്ഷൻസ് ഇരിപ്പുണ്ട്. എല്ലാം ഒന്നിനൊന്നും മെച്ചാ കേട്ടോ. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്വർണ്ണക്കടയിൽ കയറിയാലും പാത്രക്കടയിൽ കയറിയാലും അവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് വാരി കൂട്ടാനായിട്ട് തോന്നും. പക്ഷേ നമ്മുടെ പോക്കറ്റിൽ കൈയിടുമ്പോഴാണ് വേണ്ട അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതുന്നത്. എനിക്കാണെങ്കിൽ
എല്ലാം വളകളൊക്കെ ആണെങ്കിൽ എന്ത് ഭംഗിയുള്ള ഈ ചെട്ടിനാട് മോഡലൊക്കെ ഇരിപ്പുണ്ടെന്ന് അറിയോ. അതെല്ലാം ഞാൻ ഇട്ട് നോക്കി കേട്ടോ. എല്ലാ സാധനവും കൊതിയുള്ളതെല്ലാം ഇട്ട് നോക്കി. അത് ഞാൻ ജ്വല്ലറി കയറിയാൽ എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കും. ഇട്ട് നോക്കിയിട്ട് ചിലത് അങ്ങ് മനസ്സിൽ കൊത്തും കേട്ടോ. അതങ്ങ് ഞാനങ്ങ് മേടിക്കും. സത്യമായിട്ടുള്ള കാര്യം. ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് ഞാനങ്ങ് മേടിക്കും. കാരണം നമ്മൾ ഇങ്ങനെ ഒരു സാധനം ആഗ്രഹിച്ചാൽ, ഒരുപാട് ആഗ്രഹിച്ചാൽ അതെപ്പോഴായാലും നമ്മളെ തേടി വരും കേട്ടോ. ചില സാധനങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് അത് ഉണ്ടാക്കുമ്പോഴേ നമുക്കുള്ളതാണെന്ന് എഴുതി വെച്ചിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ കയ്യിൽ തന്നെ കറങ്ങി തിരിഞ്ഞത് എത്തും. അതിപ്പോൾ നമ്മുടെ ഡ്രസ്സായാലും ശരി, ഓർണമെൻറ്റ്സ് ആയാലും ശരി, എന്ത് തന്നെ ആയാലും ശരി, നമുക്കുള്ളതാണോ അത് എവിടെ ഇരുന്നാലും നമുക്ക് തന്നെ കിട്ടും. എന്ത് ഭംഗിയാന്ന് നോക്കി എൻ്റെ കഴുത്തിൽ ഇങ്ങനെയൊക്കെ കിടക്കുന്ന കണ്ടപ്പോലെ. ഞാൻ ഈ കൈരളി ജുവലേഴ്സിൻ്റെ മോഡലായാലോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഗൈസ്? എന്തായാലും പറയുമ്പോൾ ഞാൻ ഏട്ടനോട് പറയും വസ്ത്രയുടെ മോഡലാണ് ഞാനെന്ന്. അപ്പോൾ ഏട്ടൻ പറയും വയറ് ചാടിയ മോഡൽ, വസ്ത്രയ്ക്ക് വയറ് ചാടിയ മോഡലൊന്നും വേണ്ട കേട്ടോ എന്ന് പറയും. അതുപോലെ ഇപ്പം എൻ്റെ അവസ്ഥ. കൈരളി ജുവലേഴ്സുകാർ കേൾക്കണ്ട, കൈരളി ജുവലേഴ്സിന് വയറ് ചാടിയ മോഡൽ വേണ്ടെന്നായിരിക്കും അവർ പറയുന്നത്. എന്ത് തന്നെ ആയാലും നിങ്ങൾ സ്വർണം എടുക്കാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ വേഗം കൈരളി ജുവലേഴ്സിൽ വിട്ടോ. കിടിലം ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 7 വരെയാണ് ഓഫേഴ്സ് ഉള്ളത്. അതിനിടയ്ക്ക് തന്നെ വേഗം പോവുക. അവിടുത്തെ ഓഫേഴ്സ് എല്ലാം നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക കേട്ടോ. ശ്രീകുട്ടിയുടെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചോദിച്ച് തന്നെ വാങ്ങിക്കുക. എൻ്റെ പേര് എടുത്ത് പറയണം കേട്ടോ. അപ്പോഴേ അവർ മനസ്സിലാക്കത്തുള്ളൂ. ശ്രീകുട്ടി പറഞ്ഞിട്ടാണോ വന്നത് എന്നവർ മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഓഫേഴ്സ് എല്ലാം ചോദിച്ച് വാങ്ങുക. എന്തായാലും കണ്ടല്ലോ കളക്ഷൻസും കാര്യങ്ങളും. ഈ മാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ വില കേട്ട് ഞാൻ ഞെട്ടി. വിലയെന്ന് പറഞ്ഞാൽ ഗോൾഡ് വളരെ കുറച്ചുള്ളൂ. അപ്പം ഞാൻ കരുതി അത്രയ്ക്കുള്ള വിലയേ ആകത്തുള്ളൂ എന്ന്. പക്ഷേ അതിൻ്റെ മുത്തിനാട്ടോ വില കൂടുതൽ. ആ മുത്ത് എന്തൊക്കെയോ അവർ പേര് പറയുന്നുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ പകുതി വില ആ മുത്തിന് കൊടുക്കണം. അപ്പോൾ ഗോൾഡ് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അത്രയും കുറവായിരിക്കും എന്ന് കരുതി കേട്ടോ. സത്യം പറഞ്ഞാൽ ഗോൾഡ് കുറച്ചേ ഉള്ളൂ, ഗോൾഡിന് അത്രയ്ക്കുള്ള വിലയുള്ളൂ. പക്ഷേ നമ്മുടെ ഈ കല്ലിന് അതിനെക്കാട്ടി വിലയുണ്ട് കേട്ടോ. നയൻതാര ഇൻസ്പയർഡ് മോഡൽ എന്നൊക്കെ പറയാമല്ലേ. നയൻതാരയുടെ വെഡ്ഡിങ്ങിന് ഇതുപോലത്തതൊക്കെ അല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ വെഡ്ഡിങ്ങിന് ഇതുപോലെയൊക്കെയുള്ള വാങ്ങാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവട്ടെ അല്ലേ. എനിക്കെന്നല്ല, നിങ്ങളും ഒരുപാട് പേരിങ്ങനെ സ്വർണ്ണമൊക്കെ ഇടാനും മക്കൾക്കൊക്കെ വാങ്ങാനും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. എല്ലാവർക്കും ഇതുപോലുള്ള സ്വർണ്ണവും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റട്ടെ. ഇതുപോലെ നിറയെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ തരുന്ന ജുവലറീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വാങ്ങാം അല്ലേ. സുഖമായിട്ട് വാങ്ങാൻ പറ്റില്ല ഇപ്പോഴത്തെ വിലയിൽ. എങ്കിലും നമുക്കിങ്ങനെ ഓഫേഴ്സൊക്കെ കിട്ടുന്നത് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷം തോന്നില്ലേ. സത്യമായിട്ടുള്ള കാര്യമില്ലേ ഞാനാ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ കടയിൽ ചെന്നിട്ട് ഓഫേഴ്സൊക്കെ ചോദിച്ച് വാങ്ങുക കേട്ടോ. ചില കടകൾ വെളിയിൽ മിണ്ടത്തില്ല, ഓഫേഴ്സ് അങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ച് വാങ്ങും. അതുകൊണ്ട് ഇതേ ഇവർ ഓഫേഴ്സൊക്കെ കാര്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വീഡിയോയിൽ പറയുന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ധൈര്യമായിട്ട് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് വാങ്ങാൻ, ചോദിക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. അവർ ആ ഓഫേഴ്സൊക്കെ വാരിക്കോരി തരും. അത് നമുക്ക് ഈ ഓഫേഴ്സ് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഓഫേഴ്സ് ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ, അതിപ്പോൾ എന്ത് സാധനമായാലും ഓഫേഴ്സ് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷവും ഒരു ഉന്മേഷവും ഒരു ഉത്സാഹവും ഒക്കെ അല്ലേ. എനിക്കങ്ങനെയാണ്. ഞാൻ എൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞത്. എനിക്ക് ഓഫേഴ്സ് എന്ന് കേട്ടാൽ ഞാൻ അവിടെ അപ്പോഴും പോയിരിക്കും. എനിക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ ഞാൻ അവിടെ അപ്പോഴും പോയിരിക്കും. ഓഫേഴ്സ് ചോദിച്ച് വാങ്ങും. അതെല്ലാം മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കും ഈ ഓഫേഴ്സൊക്കെ വേണമെങ്കിൽ ചോദിച്ച് വാങ്ങുക. കല്യാണ പർച്ചേസിന് 2.5% മുതലാണ് അവരുടെ മേക്കിംഗ് ചാർജ്. സ്റ്റാർട്ടിങ് 2.5% മുതലാണ്. ഗോൾഡ് ഓർണമെൻറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അപ് ടു 70% ഓഫുണ്ട് മേക്കിംഗ് ചാർജിന്. അതുപോലെ തന്നെ സിൽവർ ഐറ്റംസിന് 25% ഓഫുണ്ട് മേക്കിംഗ് ചാർജിന്. പിന്നെ ഡയമണ്ട്സിനും 25% ഓഫുണ്ട് കേട്ടോ മേക്കിംഗ് ചാർജിന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു ഭാഗ്യശാലിക്ക് ഡയമണ്ട് നെക്ലസ് സ്വന്തമാക്കാൻ പറ്റും വെഡ്ഡിങ് ഷോപ്പിംഗ് ചെയ്യുന്നവർക്ക്. പിന്നെ ഒരു ഡയമണ്ട് റിങ് വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ ഷോപ്പിങ്ങിനും ഒരു ഉറപ്പായിട്ടും ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഒന്നുകൂടെ അവരുടെ ഷോറൂംസ് എല്ലാം എവിടെ ഉണ്ടെന്ന് ഞാൻ പറയാം. ഈസ്റ്റ് ഫോർട്ട്, നമ്മുടെ ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ട്രിവാൻഡ്രം, അതിൻ്റെ ഓപ്പോസിറ്റാണ് കൈരളി ജുവലേഴ്സ്. അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പിന്നെയുള്ളത് വർക്കല, കല്ലമ്പലം, പേരൂർക്കട, വെമ്പായത്താണേൽ കന്യാകുളങ്ങര, പിന്നെ എവിടെയാണ് നമ്മുടെ ലുലു മോൾ ട്രിവാൻഡ്രം. ഇത്രയും സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. ഞാനിപ്പോൾ പോയിട്ടുള്ള ഷോറൂമിൻ്റെ ഡീറ്റെയിൽസും ഗൂഗിൾ മാപ്പ് കാര്യങ്ങളെല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. ഇഷ്ടംപോലെ സിൽവർ കളക്ഷൻസും ഇഷ്ടംപോലെ ഗോൾഡിൻ്റെ കളക്ഷൻസും
ഇഷ്ടം പോലെ നിറയെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വന്ന് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇഷ്ടം പോലെ ഓഫേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കൈരളി ജുവലേഴ്സിൽ വന്ന ആവശ്യം കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു മെഷർമെൻറ്റിൻ്റെ കാര്യത്തിന് വന്നതാണ്, അത് കൊടുത്തു. ഒപ്പം തന്നെ നിറയെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു, ഞാൻ വിശ്വസിക്കുന്നു. നിറയെ കാര്യങ്ങൾ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി പറക്കി ഓഫേഴ്സ് എല്ലാം ചോദിച്ച് വാങ്ങിച്ച് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടൊരു കുഞ്ഞ് വീഡിയോ എല്ലാം എടുത്തു. അവിടുത്തെ എൻ്റെ ആവശ്യം, മെയിനായിട്ടുള്ള ആവശ്യവും സാധിച്ചിട്ട് ഇന്ന് അത്യാവശ്യം എനിക്ക് സമയമുള്ളത് കൊണ്ട് കേട്ടോ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. കാരണം ഒരുപാട് എൻക്വയറീസ് എനിക്ക് ഇവിടത്തെ പറ്റി വന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടേക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഇത്രയും സാധനങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പതിയെ ഇറങ്ങുകയാണ്. ഇനി അടുത്ത് നമുക്ക് എന്താണ് പരിപാടി? ഓണം ഷോപ്പിംഗ്, അതാണ് മെയിൻ പരിപാടി. ആദ്യം ഞാൻ ഇവിടെ വന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ കരുതി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ വീഡിയോ എല്ലാം എടുത്ത ശേഷം തിരിച്ച് പോകാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യം വീഡിയോ എടുത്തത്. എന്നിട്ട് നേരെ ഞാൻ ഓണം ഷോപ്പിങ്ങിന് പോവുകയാണ്. ഓണം ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വസ്ത്രയിൽ നിന്ന് അമ്മയ്ക്കും ചേച്ചിക്കും, എൻ്റെ അമ്മയ്ക്കും, കള്ളക്കാട് അമ്മയ്ക്കും, ദീപ ചേച്ചിക്കും, ചീമയ്ക്കും ഡ്രസ്സ് എടുത്തായിരുന്നു. അപ്പോൾ ജെൻസിൻ്റെ കളക്ഷൻസ് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് അവർക്കുള്ളത് പുറത്തെവിടെയെങ്കിലും പോയി എടുക്കാമെന്ന് കരുതി. ആക്ച്വലി പോത്തീസിൽ പോകാമെന്നും പറഞ്ഞാണ് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ നേരെ പട്ടത്തുള്ള മാക്സിൽ പോയി കേട്ടോ. മാക്സിൽ അത്യാവശ്യം ജെൻസിൻ്റെ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും കൈരളി ജുവലേഴ്സിൽ എല്ലാവരും വരിക. നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ പുറകെ വരുന്നുണ്ട് കേട്ടോ. എങ്കിലും ഞാനിതൊന്ന് അവരുടെ കൈരളി ജുവലേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഷോപ്പിംഗ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കൈരളി ജുവലേഴ്സിൽ വരിക. ഈ പറഞ്ഞ ഷോറൂമുകളിലെല്ലാം ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആയാലും, ആൻറ്റിക് കളക്ഷൻസ് ആയാലും, സിൽവർ കളക്ഷൻസ് ആയാലും ഒരുപാട് ഹ്യൂജ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട്. കല്യാണ സീസൺ ആയാലും ഇല്ലെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വരിക, ഷോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഷോപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവരതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അത് ഗോൾഡിലായാലും ശരി, സിൽവറിലായാലും ശരി, നിങ്ങളുടെ ഐഡിയാസ് കൊടുത്താൽ, നിങ്ങൾ ഫോട്ടോസൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് അവരതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓരോ സാധനങ്ങളും ഞാനിങ്ങനെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് ഒന്നും തിരിച്ചവിടെ വെച്ചിട്ട് വരാൻ തോന്നുന്നില്ല. എല്ലാം ഇങ്ങനെ വാങ്ങിച്ച് ബാഗിലിട്ടുകൊണ്ട് വരാനാണ് കേട്ടോ ആഗ്രഹം. വേദയുടെ കല്യാണ സമയത്തിനെങ്കിലും ബൾക്കായിട്ട് ഇതുപോലെയൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോഴൊക്കെ സ്വർണ്ണത്തിൻ്റെ വില എന്തായിരിക്കും ദൈവമേ. ഇപ്പം തന്നെ 75,000 രൂപ എന്ത് വേണം കേട്ടോ ഒരു പവൻ സ്വർണം വാങ്ങിക്കാനായിട്ട്. ഇപ്പോൾ വേദയുടെ കല്യാണ സമയമൊക്കെ ആകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ വില എവിടെ നിൽക്കുമോ ആവോ. അപ്പം ഞാൻ സിൽവറിലേക്ക് തിരിക്കും കേട്ടോ. അപ്പം നമ്മളൊരു ട്രെൻഡ് കൊണ്ടുവരും, സിൽവർ മതി കല്യാണത്തിന് എന്ന് പറഞ്ഞ് സിൽവറിലേക്ക് ഞാൻ നേരെ തിരിക്കും. എൻ്റെ ഐഡിയ അങ്ങനെയൊക്കെയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് വന്നപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ പ്ലാൻ ചെയ്തത്. എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. എന്തായാലും ശരി, നമ്മൾ കൈരളി ജുവലേഴ്സിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഓണം ഷോപ്പിങ്ങിനായിട്ട് പോവാം. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ താഴെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. കൈരളി ജുവലേഴ്സിൻ്റെ ഏതൊക്കെ സ്ഥലങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതെല്ലാം മെൻഷൻ ചെയ്തേക്കാം. ആവശ്യമുള്ളവർക്ക് അവരുടെ ഷോപ്പിൽ ഡയറക്റ്റ് പോയി ഷോപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. നേരെ ഇനി മാക്സിലേക്ക് പോവാം. ഞാൻ പറഞ്ഞില്ല ആദ്യം പോത്തീസിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് നിന്നതാണ്. പിന്നെ അതിനെ മാറ്റി ഡൈവേർട്ട് ചെയ്ത് മാക്സിലേക്ക് പോകാമെന്ന് വെച്ചു. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ആ QRSൻ്റെ മുകളിലുള്ള മാക്സിലാണ്. സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുവല്ലോ. MG റോഡോ? യെസ്, അവിടെ തന്നെ QRSൻ്റെ മുകളിലുള്ള മാക്സിൽ പോകാൻ നിന്നപ്പോൾ അവിടെ പാർക്കിംഗ് സ്ഥലം കണ്ടില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്താ അവിടെ താഴെ പാർക്കിംഗ് ഉണ്ട്, അവിടെ എന്തോ ഫുള്ള് പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ പട്ടത്ത് പോകാമെന്ന് പറഞ്ഞ് ഏതോ കട്ട് റൂട്ട് വഴിയൊക്കെ ഏട്ടൻ പട്ടത്ത് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പട്ടത്തുള്ള ഇതേത് വഴി എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ, എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ലല്ലോ. ഇത് ആക്ച്വലി മെനിങ്ങാന്നെടുത്ത വീഡിയോ കേട്ടോ, അത് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രമാണ്. എന്തായാലും നമ്മൾ പട്ടത്തുള്ള മാക്സിൽ വന്നു. ഇവിടെയും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഓണം ഷോപ്പിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് വർക്കിംഗ് ഡേ ഇറങ്ങി. സാറ്റർഡേ സൺഡേ പോകാനിരുന്നാൽ പണി പാളും. അപ്പോൾ അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓണം ഷോപ്പിങ്ങിന് പോവാം, വേദയും കൊണ്ടേ പോകത്തുള്ളൂ, അവളെയും കൊണ്ട് കൊച്ചിനെയും കൊണ്ടേ വരാവൂ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ വേദയും കൊണ്ട് വരാൻ നിന്നാൽ വേദയ്ക്ക് അവധി കിട്ടുന്നത് സാറ്റർഡേയും സൺഡേ ആയിരിക്കും. അപ്പോൾ സാറ്റർഡേയും സൺഡേയും നമുക്ക് ഷോപ്പിങ്ങിന് പോയാൽ ഭയങ്കര തിരക്കായിരിക്കും. എന്ത് ചെയ്യുമെന്നൊരു ഐഡിയ ഇല്ല. കൊച്ചിനെയും കൊണ്ടേ അവർ ഷോപ്പിങ്ങിന് പോകത്തുള്ളൂ. ഞാൻ എന്തായാലും മാക്സിൽ വന്ന് അച്ഛന്മാർക്കും പ്രകാശേട്ടനും സച്ചുവിനും കൂടി ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് എടുത്താൽ നമുക്ക് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ മാറ്റിയെടുക്കാമല്ലോ.
ഓണം തിരക്കിന് മുന്നേ നമ്മൾ നമ്മുടെ ജോലി തീർത്ത് വയ്ക്കുക, അത്രയേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പം ആർക്കായാലും അച്ഛനാണെങ്കിൽ അച്ഛന്മാർക്ക് ഇഷ്ടപ്പെടും, പ്രകാശേട്ടനും സച്ചിനും മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ വന്ന് മാറ്റിയെടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ കരുതി നേരത്തെ എടുത്ത് വയ്ക്കാം, ഇട്ട് നോക്കട്ടെ, അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഉറപ്പായിട്ടും വന്ന് ഇവിടെ അത് മാറ്റാമല്ലോ. നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ എടുത്തു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇഷ്ടമായിരിക്കില്ല അവരുടെ ഇഷ്ടം. ഇപ്പം അവരെടുത്തുകൊണ്ട് വരുന്ന സാധനവും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എപ്പോഴും നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും, ബില്ലൂടെ കൊടുക്കും, അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർ മാറ്റി വാങ്ങും. അങ്ങനെയാണ് ചെയ്യുന്നത്. സാധാരണ ദീപ ചേച്ചിയൊക്കെ എനിക്കും ഏട്ടനും വേദയ്ക്കും കൂടി കാശാണ് തരുന്നത്. കാരണം നമ്മുടെ ഇഷ്ടത്തിന് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും ഓണത്തിന് ഞങ്ങൾക്ക് കാശാണ് തരുന്നത്. കാരണം അവരുടെ ടേസ്റ്റ് ആയിരിക്കില്ല നമുക്ക്, നമ്മുടെ ടേസ്റ്റ് ആയിരിക്കില്ല അവർക്ക്. പക്ഷെ ഞാൻ ഓണക്കോടി എന്ന് പറഞ്ഞല്ലേ നമ്മൾ കൊടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഓണക്കോടിയായിട്ട് എടുത്ത് കൊടുക്കണമെന്നൊരു നിർബന്ധമുണ്ട്. എല്ലാവർക്കും കാശ് കൊടുക്കുന്നത് അതൊരു വേറെ സന്തോഷം. കാശ് മെയിനായിട്ട് ദീപ ചേച്ചിയൊക്കെ തരുന്നത്. ഈ ഏട്ടനൊന്നും ഒരുമാതിരിയുള്ള ഡ്രസ്സ് ഞാനിടും കേട്ടോ. എനിക്ക് ചേച്ചി ചിലപ്പോൾ മെറ്റീരിയൽ എടുത്തിട്ട് വരും, ചിലപ്പോൾ ഇതുപോലത്തെ വെസ്റ്റേൺ ആയിട്ട് എടുത്തിട്ട് വരും, എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ എടുത്തിട്ട് വരും. വേദയ്ക്ക് ചേച്ചി എടുക്കത്തേയില്ല, കാരണം വേദയുടെ ടേസ്റ്റും ഏട്ടൻ്റെ ടേസ്റ്റും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഏട്ടനാണെങ്കിൽ ഈ ബ്രാൻഡഡ് അല്ലാത്ത ഒരു സാധനവും ഇടത്തില്ല കേട്ടോ. അപ്പോൾ ചേച്ചിയൊക്കെ ചിലപ്പോൾ നോക്കി എടുത്തിട്ട് വരുമ്പോൾ ഏട്ടന് കളർ ഇഷ്ടപ്പെടത്തില്ല, ഏട്ടന് പൂക്കൾ വേണം, ചെടികൾ വേണം, മരങ്ങൾ വേണം ഷർട്ടിലൊക്കെ. അതിപ്പോൾ എൻ്റെ വീട്ടിലായാലും ഏട്ടന് ഷർട്ട് എടുക്കത്തില്ല, ഷർട്ടും പാൻസും എടുക്കത്തില്ല, പൈസ തരത്തുള്ളൂ. കാരണം ഏട്ടൻ്റെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഞാൻ പോലും ഏട്ടന് ഷർട്ടും പാൻസും എടുക്കത്തില്ല, ഏട്ടന് ഇഷ്ടമുള്ളത് ഏട്ടൻ മാത്രമേ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഏട്ടനുള്ള കാശ് എപ്പോഴും തരും. ആ കൂട്ടത്തിൽ എനിക്കുള്ളതും വേദയ്ക്കുള്ളതും കൂടെ ദീപചേച്ചി തരും. അത് നെട്ടയത്ത് അച്ഛനും അമ്മയും അത് തന്നെയാണ്, പൈസയാണ് ഞങ്ങൾക്ക് എടുക്കാനായിട്ട് തരുന്നത്, അവരെടുത്ത് തരത്തില്ല. നമ്മുടെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ എനിക്കൊരു നിർബന്ധമുണ്ട്, എനിക്ക് ഓണക്കോടിയായിട്ട് തന്നെ എടുത്ത് കൊടുക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഓണക്കോടിയായിട്ട് തന്നെ എടുത്ത് കൊടുക്കും എല്ലാ വർഷവും. ഇത് വേറൊരു സന്തോഷം കേട്ടോ. ഇത് പ്രകാശേട്ടനെടുത്ത ഷർട്ടാണ് കേട്ടോ. പ്രകാശേട്ടൻ്റെ ഷർട്ട് എടുക്കാൻ 2 മണിക്കൂർ എടുത്തു. ഏട്ടന് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടപ്പെടില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഏട്ടന് ഇഷ്ടപ്പെടത്തില്ല. ഇത് കള്ളിക്കാട് അച്ഛൻ എടുത്ത ഷർട്ടാണ്. അവർക്കൊന്നും എടുക്കാൻ സമയം എടുത്തില്ല, പ്രകാശേട്ടനാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. ഇത് എൻ്റെ അച്ഛനെടുത്ത ഷർട്ട്. അച്ഛന് ചെക്ക് ഷർട്ട്, ചെക്ക് അല്ലെങ്കിൽ ലൈൻസ് പോലത്തെ ഷർട്ട് ഇഷ്ടമാണ്. ഇഷ്ടമാവുമെന്ന് അറിയില്ല, ഇല്ലെങ്കിൽ തിരിച്ച് കൊടുത്തിട്ട് മാറ്റി വാങ്ങാമെന്ന് കരുതി. ഇത് സച്ചിനെടുത്ത ഷർട്ട്. എനിക്ക് കണ്ട പാടെ ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ് ഷർട്ട്. ഇനി അഥവാ അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ അവർ മാറ്റട്ടെ എന്ന് കരുതി. അവിടെ ഒരു ഡിസൈനൊക്കെ ത്രെഡ് വർക്കിലൊക്കെ വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രകാശേട്ടനും ഒരു ജീൻസ് എടുത്തു, സച്ചിനും ഒരു ജീൻസ് എടുത്തു. ഇത്ര തന്നെ എടുത്തത്. അച്ഛന്മാർക്ക് ഇനി മുണ്ട് വാങ്ങണം. അത് ഞാൻ കരുതി ബാലരാമപുരത്ത് പോയി മുണ്ട് വാങ്ങാമെന്ന് കരുതി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയത്. അത് പ്രകാശേട്ടനെടുത്ത പാൻസും, ഇത് ജോഗർ സച്ചിനെടുത്ത ജോഗറും കേട്ടോ. സൈസൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയില്ല, വിളിച്ച് ചോദിച്ചൊക്കെ വാങ്ങി. എന്തായാലും നമുക്ക് ധൈര്യപൂർവ്വം മാറ്റിയെടുക്കാമല്ലോ. ഞാൻ ചോദിച്ചിട്ടാണ് എടുത്തത്, എക്സ്ചേഞ്ച് ചെയ്യാമല്ലോ, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞെടുത്തു. എന്നിട്ട് ബില്ല് ചെയ്യാണ്. വന്നപ്പോൾ ടീഷർട്ട്സ് ഇരിക്കുന്നത് കണ്ട് ഒരു കൗതുകം തോന്നി, ഞാൻ എടുത്തു. വേദയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാട്ടോ. പക്ഷെ എനിക്ക് കണ്ടിട്ട് ഇഷ്ടമായില്ല, അതുകൊണ്ട് അതിനെ തിരിച്ച് വെച്ചിട്ട് ഇവർക്കുള്ളത് മാത്രം ബില്ല് ചെയ്ത് വാങ്ങി. ഇനി ഞാൻ കരുതി ദീപ ചേച്ചിക്കും അമ്മയ്ക്കും കൂടി നൈറ്റി കൂടെ വാങ്ങാമെന്ന് കരുതി. അമ്മ നൈറ്റി ഇടും, അപ്പോൾ അമ്മയ്ക്ക് എടുക്കുന്ന കൂട്ടത്തിൽ ദീപ ചേച്ചി കൂടെ എടുക്കാമെന്ന് കരുതി. അമ്മയും ചേച്ചിയൊക്കെ വീട്ടിൽ നൈറ്റിയാണ് ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ വസ്ത്രയുടെ കളക്ഷൻസ് വന്നപ്പോൾ നൈറ്റീസ് കൂടെ എടുക്കാമെന്ന് ഞാൻ കരുതി, ചേച്ചിക്കും അമ്മയ്ക്കും കൂടി. അപ്പോൾ അവിടെ 25 പീസസ് ബൾക്കായിട്ട് നൈറ്റി എടുത്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് ക്യാൻസൽ ചെയ്തു. ഇവിടെ നിന്ന് വാങ്ങാമെന്ന് കരുതി. തൽക്കാലം വസ്ത്രയിൽ നൈറ്റിയും കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല. ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ, നൈറ്റി, ഫ്രോക്ക് നൈറ്റിയൊക്കെ കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ പോട്ടെ. കുറച്ചുകൂടെ നമ്മുടെ ബിസിനസ് വിപുലീകരിച്ച ശേഷം എല്ലാ സാധനങ്ങളും ജെൻസിൻ്റെയൊക്കെ കൊണ്ടുവരണം എന്നാണ് താല്പര്യവും ആഗ്രഹവും. എന്തായാലും നമ്മുടെ ഓണം ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ദീപ ചേച്ചി പൈസ തരും, അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്നും പൈസ തരും. അതിന് ഇനി നമുക്ക് ഒരു ഓണക്കോടി എടുക്കലുണ്ട്. ഇനി ചീമയൊക്കെ ഡ്രസ്സ് തന്നെ കേട്ടോ എടുത്ത് തരുന്നത്. ചീമയ്ക്കൊക്കെ നമ്മുടെ ടേസ്റ്റ് അറിയാം. ഏട്ടന് ചീമ എടുക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല, ആരെടുക്കുന്നത് ഏട്ടന് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. ഇതുപോലെ ചീമ ബില്ല് തരും, നമ്മളതിനെ കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്തെടുക്കും. അല്ലെങ്കിൽ ചീമയൊക്കെ പോകുമ്പോൾ നമ്മളെ കൂടി വിളിച്ചിട്ട് പോകും. ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം കണക്കിന് വെച്ചിട്ട് സ്റ്റുഡിയോ ചെന്ന് ഏതെങ്കിലും ഒരു ഷർട്ട് എടുത്ത് കൊടുക്കും കേട്ടോ. ആരെങ്കിലും ഒരു ഡ്രസ്സ് എടുത്ത് തരുമ്പോൾ അത് കൊള്ളില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, അതിപ്പോൾ ആരായാലും എനിക്ക് ദേഷ്യം വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്റ്റുഡിയോയിലെങ്ങാനും കയറിയിട്ട് ഏതെങ്കിലും ഒരു കുന്തം എടുത്ത് കൊടുക്കും. അതൊന്നും ഇടത്തില്ല, വീട്ടിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതാണ്. ആദ്യമൊക്കെ 1-2 ദിവസം പുറത്തൊക്കെ ഇടും, പിന്നെ ഈ അത് കൊള്ളത്തില്ല എന്നും പറഞ്ഞ് പുറത്ത് വീട്ടിലിട്ടുകൊണ്ട് നടക്കുന്നത് കാണാം. ആരെങ്കിലും എടുത്ത് തരുമ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കുക, അല്ല അത് എത്ര മോശമായാലും. ഇതങ്ങനെയല്ല കേട്ടോ, ഇതെന്തോ സാധനം എടുത്ത് വെച്ചേക്കണം, എനിക്കൊന്നും വേണ്ടാന്ന് പറയും. അപ്പോൾ സ്വന്തമായിട്ട് എടുത്താൽ ആ കുറ്റവും കുറവൊന്നും വരില്ലല്ലോ. എന്തായാലും ഒരു വ്യക്തി വാങ്ങി തരുമ്പോൾ അത് മോശം സാധനം ആയിരിക്കില്ലല്ലോ നമുക്ക് വാങ്ങി തരുന്നത്, അത് നല്ലത് തന്നെ ആയിരിക്കും. ഇതെന്ത് മനുഷ്യനാന്തോ അല്ലേ, ഒരു വേറിട്ടൊരു ഒരു 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 സ്വഭാവമാണ് ഏട്ടൻ്റേത്. പക്ഷെ ആൾ ശുദ്ധനാട്ടോ. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആൾക്കാർ ശുദ്ധന്മാരാണ്, പാവമാണ്.
പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് തീരെ ഇഷ്ടപ്പെടത്തില്ല ചില സ്വഭാവങ്ങൾ. എന്തായാലും തിരിച്ച് പട്ടത്തുനിന്ന് കേശവദാസപുരം വഴിയാണ് വന്നത്. അവിടുത്തെ നൈറ്റി മേളയിൽ കയറിയിട്ട് കേശവദാസപുരത്ത് ബസ് സ്റ്റാൻഡിനോട് ചേർന്നിരിക്കുന്ന പഴയ നൈറ്റി മേള അവിടെ കയറിയിട്ട് ഞാൻ നൈറ്റി എടുക്കുകയാണ്. ഈ ഒരു നൈറ്റിയും എടുത്ത് ഇതിൻ്റെ ഒരു ഗ്രീൻ കളറും എടുത്തു. അമ്മയ്ക്കും ദീപചേച്ചിക്കുമായിട്ട് രണ്ടുപേർക്കും ഒരേപോലത്തെ സാധനം തന്നെ എടുത്തത്. ഒരു ബ്ലൂവും ഇതിൻ്റെ തന്നെ സെയിം ബ്ലൂ ഇല്ലാത്തതുകൊണ്ട് ഒരു ഗ്രീൻ ഷെയ്ഡും എടുത്തു. പിന്നെ 2 നൈറ്റി വീതം എടുത്തു കേട്ടോ. അത് ഈ ഗ്രീനാണ് എടുത്തത്, ഈ ഗ്രീനും ആ ബ്ലൂ ആണ് എടുത്തത്. പിന്നെ വേറൊരു നൈറ്റി സെയിം തന്നെ എടുത്തു. അത് 2 പേർക്കും പിണക്കം വേണ്ടാന്ന് കരുതി കേട്ടോ. അങ്ങനെയൊന്നുമില്ല, എല്ലാ നൈറ്റിയുടെയും വില ഒന്ന് തന്നെ. പക്ഷേ എനിക്ക് കണ്ടിട്ട് ഇഷ്ടമായത് അതേ ആ ഒരു ഫ്രണ്ടിൽ കിടക്കുന്ന മെറൂൺ കളറില്ലേ, അതും ഇതേ ഈ ഒരു ബ്ലൂവും ആ ഒരു ഗ്രീനുമാണ്. മെറൂൺ കളറിലെ 2 സെയിമും ഈ ബ്ലൂവിൻ്റെ വേറൊരു കളറായിട്ടുള്ള ആ ഗ്രീനും കൂടെയാണ് എടുത്തത് കേട്ടോ. വീഡിയോ സ്ലോ മോഷനിൽ കിടക്കുകയായിരുന്നു, അതിന് ഞാനിപ്പോൾ സ്പീഡാക്കി. അതുകൊണ്ട് കേട്ടോ ഈ ഒരു കട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ഗ്രീനും ആ ബ്ലൂവും ദേ അതിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു പർപ്പിൾ കളർ പോലത്തെ ഒരു ഇതുമാണ് എടുത്ത നൈറ്റി എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എടുത്തതാണ്. പിന്നെ വീട്ടിൽ ഇടുന്ന നൈറ്റി ഇല്ലേ, അതുകൊണ്ട് ഇങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അതാ ഈ ഒരു മെറൂൺ കളർ, ഇതല്ലല്ലോ ഞാൻ എടുത്തത്, ഇത് തന്നെ എന്തോ യെസ്, ഇത് 3ഉമാണ് എടുത്തത്. അപ്പോൾ അങ്ങനത്തെ ഓണം, അങ്ങനെ ഈ വർഷത്തെ ഓണം ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എടുക്കണം കേട്ടോ. ഞാൻ വസ്ത്രയിൽ നിന്ന് ഇനി എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം കൂടി നമുക്ക് സ്റ്റോക്ക് വരും. അപ്പോൾ വസ്ത്രയിൽ നിന്ന് ഒരു ഓണം സാരി എടുക്കണം. പിന്നെ വേദയ്ക്ക് ഒരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ്, നമ്മുടെ വസ്ത്രയിൽ ധാവണിയുണ്ട് കേട്ടോ, അതിലൊരു ധാവണി വേദയ്ക്ക് സ്റ്റിച്ച് ചെയ്യണം സ്കൂളിലെ പ്രോഗ്രാമിനും കാര്യങ്ങൾക്കും. പിന്നെ അല്ലാതെ 2-3 ഡ്രസ്സുകൾ കൂടെയൊക്കെ എടുക്കണം, കല്യാണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നൈറ്റി ആട്ടോ എടുത്തത്. ഈ നൈറ്റി സെയിം 2 കിട്ടി. അങ്ങനെ ഈ നൈറ്റിയും കൂടെയാണ് എടുത്തത്. ഈ നൈറ്റും മറ്റേ ബ്ലൂവും ഗ്രീനുമാണ് എടുത്തത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തത്. ഇനി നമുക്കുള്ള കുറച്ച് ഓണം ഷോപ്പിങ്ങും കാര്യങ്ങളേ ഉള്ളൂ. ഓണത്തിന് നമ്മുടെ വസ്ത്രയിൽ ഒരു സാരിയൊക്കെ എടുത്തൊരു ഫോട്ടോഷൂട്ടൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് കേട്ടോ, എന്താവുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഓണം ഷോപ്പിംഗ് വീഡിയോസ് കാര്യങ്ങൾ വ്ളോഗ് ഇവിടെ കഴിയുകയാണ്. നൈറ്റി മെയിനായിട്ട് എടുക്കാനുള്ള കാര്യം അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് ഒരു 2-3 നൈറ്റി വേണമെന്ന് പറഞ്ഞു കേട്ടോ. അതായത് വസ്ത്രയിൽ കളക്ഷൻസ് വരുമ്പോൾ എനിക്ക് കുറച്ച് നൈറ്റീസ് കൂടെ ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ കളക്ഷൻസ് വരുമ്പോൾ നമുക്ക് സ്മോൾ ടു XXL എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റായിട്ട് 25 പീസെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞു. അത് നമുക്ക് പറ്റത്തില്ല, അതുകൊണ്ടാണ് എടുക്കാത്തത്. അപ്പോൾ അമ്മയ്ക്ക് 2 നൈറ്റി വാങ്ങിയപ്പോൾ എന്തായാലും ദീപ ചേച്ചി കൂടെ വാങ്ങാമെന്ന് കരുതി അങ്ങനെയാണ് 2 പേർക്കും കൂടെ വാങ്ങിയത്. എന്നിട്ട് ഇതേ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പോകും വഴി നമ്മുടെ കാറിൻ്റെ ടയറിൻ്റെ എയറും ചെക്ക് ചെയ്ത് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.